കാട്ടാനിറങ്ങിയ മാനന്തവാടിയിൽ സ്ഥിതി സങ്കീർണം. സമീപത്തെങ്ങും വനമേഖലയില്ലാത്തതിനാൽ തണ്ണീർക്കൊമ്പനെ കാടുകയറ്റൽ ദുഷ്കരം. മേഖലയിൽ നിരോധനാജ്ഞ തുടരുകയാണ്. ഹാസനിൽ നിന്നും പിടികൂടി കർണാടക വനംവകുപ്പ് കാടുകയറ്റിയ ആനയാണിത്. ആനയെ കാടുകയറ്റുന്നത് പ്രയാസകരമെന്നും ജനവാസ മേഖലയിൽ വെച്ച് മയക്കുവെടിവെക്കാൻ സാധിക്കില്ലെന്നും മന്ത്രി A.K. ശശീന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ തുടരുന്നുണ്ട് പുതിയ വിവരങ്ങൾ നൽകാൻ. സുർജിത്ത്, എന്താണ് നിലവിലെ സാഹചര്യം? വേണു, ആന നിന്നിടത്ത് തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നഗരമാണ്, നഗരത്തിലെ ഒരു കൊല്ലിയിലാണ് ഇപ്പോൾ ഉള്ളത്. വാഴത്തോട്ടമാണ്. വാഴത്തോട്ടത്തോട് ചേർന്ന് ചില മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ തണലിലാണ് ഇപ്പോൾ ആന നിലനിൽക്കുന്നത്. എന്തായാലും 1.5 മണിക്കൂറിലധികമായി ആന ഈ വിധം തുടരുന്നു എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെ 5 മണി മുതലാണ് ഇടവക പഞ്ചായത്തിലാണ് ആദ്യം ഈ ആനയെ കാണപ്പെട്ടത്. റേഡിയോ കോളർ ഘടിപ്പിച്ചൊരു ആന പോകുന്നു എന്നുള്ള വിവരം വനംവകുപ്പിന് നൽകുന്നത് ക്ഷീര കർഷകരാണ്. ഇതിനുശേഷം ഇത് മാനന്തവാടി നഗരത്തിലേക്ക് എത്തുകയും കോടതിയുടെ പരിസരത്ത് നിലയുറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും അതിനുശേഷമാണ് ഈ കൊല്ലിയിലേക്ക് പടക്കം പൊട്ടിച്ച് ഇവിടെ താഴേക്ക് എത്തിച്ചിട്ടുള്ളത്. മയക്കുവെടി വെക്കുക എന്നുള്ളത് മാത്രമാണ് ഏക പോംവഴി എന്നുള്ള വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. കാരണം ഇവിടെ നിന്നും വനമേഖല എന്ന് പറയുന്നത് വളരെ അകലെയാണ്. കാട്ടിക്കുളം, തിരുനെല്ലി വനത്തിൻ്റെ ഭാഗമായുള്ള കാട്ടിക്കുളം മേഖല, അതോടൊപ്പം ഇപ്പുറത്ത് വന്നാൽ ഈ തലപ്പുഴ പ്രദേശത്തിൻ്റെ മക്കിമല, കമ്പമല ഉൾപ്പെടെയുള്ള ആ ഭാഗം, അത്തരം വനമേഖലയിലേക്ക് ഈ ആനയെ എത്തിക്കണമെങ്കിൽ ജനവാസ മേഖലകൾ പിന്നിട്ട് വേണം എത്തിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അത് സ്വാഭാവികമായും അത് എങ്ങനെ എത്തിക്കാനാകും എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം? താങ്കൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചല്ലോ. നിലവിൽ നമുക്ക് ഒരു ഉത്തരവിൻ്റെ കാത്തിരിക്കുകയാണ്. ആനയെ മയക്കുവെടി വെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടു കൂടി ഇവിടെ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ 6 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ ഉത്തരവ് ഇറങ്ങിയില്ല എന്നുള്ളത് ഒരു മോശം അവസ്ഥയാണ്. കാരണം ഈ ആന ഒരിക്കൽ പിടിച്ചതാണ്, റേഡിയോ കോളർ ഉള്ളതാണ്, ആന വന്നതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ആന ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ആന ഇപ്പോൾ ചതുപ്പിലുണ്ട്. നമുക്ക് മയക്കുവെടി വെക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യത്തിലാണ് ആനയുള്ളത്. ആന അവിടെ തന്നെ നിൽക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. ആന അവിടെ നിന്ന് മാറിയാൽ, ടൗണിലേക്കോ മറ്റോ കയറിയാൽ നമ്മൾ ഒരിക്കലും പോലും അത് നമുക്കൊരു വിചാരിച്ചത്ര എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ സമയം അധികം കളയാതെ ഉത്തരവിറക്കി ആനയെ ഇവിടുന്ന് മയക്കുവെടി വെക്കാനുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിക്കുക എന്നുള്ളതാണ്. മന്ത്രിതലത്തിലും ജില്ലാ ഭരണകൂടത്തിലും ഇടപെടൽ നടത്തിയിട്ടുണ്ടല്ലോ. ആ ഇടപെടൽ എന്തൊക്കെ നടത്തി? ഇപ്പോൾ കലക്ടറുമായി സംസാരിച്ചു. കലക്ടർ തന്ന വിവരം അനുസരിച്ചാണെങ്കിൽ വകുപ്പ് മന്ത്രിയോട്, ചീഫ് സെക്രട്ടറി, പിന്നെ MLA മാർ, വനംവകുപ്പ് മേധാവി എല്ലാവരെയും വിവരം നമ്മൾ ജില്ലയിൽ നിന്ന് കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. സാഹചര്യം ഇങ്ങനെയാണ്, സ്കൂളുകൾക്ക് നമ്മൾ അവധി കൊടുത്തിരിക്കുകയാണ്, 144 എല്ലാം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബുദ്ധിമുട്ടും അറിയിച്ചിട്ടുണ്ട്. ഉത്തരവ് മേലെന്ന് തരേണ്ടതാണ്. അതിനുവേണ്ടി നമ്മളും പ്രഷർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉത്തരവ് ഇതുവരെ കിട്ടിയില്ല. പക്ഷേ ഇത് വൈകിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ കീഴ്വഴക്കമല്ല. വനംവകുപ്പ് മന്ത്രി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ആ ജാഗ്രത മാനന്തവാടിക്കാരെ നന്നായി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുന്നത്. പക്ഷേ ഇത് വൈകുന്നതിനനുസരിച്ചിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോശം അവസ്ഥയിലേക്ക് പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഉത്തരവ് വൈകിപ്പിച്ചവർക്ക് മാത്രമായിരിക്കും. നേരത്തെ ഒരു ചെറിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു, അത് അണഞ്ഞോ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു ചെറിയ പ്രതിഷേധമൊക്കെ ജനങ്ങൾ ആരംഭിച്ചു. ജനങ്ങളെ ഞാൻ കുറ്റം ഒരിക്കലും പറയില്ല. 6 മണിക്കൂറായി ഇത് സഫർ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ഉത്തരവാണ് അവർ ചോദിച്ചത്, അല്ലാതെ ആനയെ ഉടനെ മയക്കുവെടി വെക്കാനല്ല. ഉത്തരവ് കിട്ടിയാൽ നടപടികളുണ്ടെന്ന് അവർക്കറിയാം. കാരണം മുത്തങ്ങിൽ നിന്ന് കുങ്കിയെ കൊണ്ടുവരണം, നമ്മുടെ ലോറികൾ വരണം, അതിൻ്റെ സ്പേസ് നമ്മൾ നോക്കണം, മയക്കുവെടി വെക്കാനുള്ള ഡോക്ടർ ടീമെല്ലാം വരണം. അതിനൊക്കെ ഒരു സമയം എടുക്കുന്നത് നമുക്കറിയാം. പക്ഷേ ഉത്തരവ് പോലും 6 മണിക്കൂറായിട്ട് നമുക്ക് തരാൻ കഴിയുന്നില്ലെങ്കിൽ കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി എന്താണ് ചെയ്യുന്നത് എന്നുള്ള പുള്ളിയൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഒരു ഒറ്റ കാര്യം കൂടി, ഇത് വനത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ലാത്ത ഒന്നാണ് അല്ലേ? ഇത് നിലവിൽ കാട്ടിൽ നിന്നും ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നൊരു ആനയാണ്. നമ്മുടെ ആനയുമല്ല, കർണാടകയുടെ ആനയാണ്. അതും ഇതിനകത്തൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കർണാടകയുമായി സംസാരിച്ച് ഈ ആനയെ കർണാടകയ്ക്ക് തന്നെ കൈമാറണം. അവരുടെ റേഡിയോ കോളറാണ്, അവരാണ് ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കാട്ടിൽ തുറന്നു വിട്ടാൽ വീണ്ടും അത് സ്വാഭാവികമായിട്ട് പുറത്തു വരും. ഈ ആനയെ മയക്കുവെടി വെക്കാൻ ഉത്തരവ് പോലും ഇറക്കിയിട്ടില്ല നമ്മളിന്ന് കർണാടകയുമായി ചർച്ച പോലും ചെയ്യാണ്ട്. ഉത്തരവ് ഇറക്കണം, പിടിക്കണം, ചർച്ച ചെയ്യണം, കൊണ്ടുപോയി വിടണം. ഇത്രയും പ്രൊസീജിയർ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഗൗരവത്തിൽ ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഖേദകരമായ കാര്യം. എന്തായാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചത് പ്രതിഷേധം തന്നെയാണ്. അതിൽ പ്രതിഷേധത്തിൻ്റെ സ്വരമുണ്ട്. കാരണം ഇത്ര സമയമായിട്ടും 6 മണിക്കൂറായി. ഇന്ന് രാവിലെ 5 മണിക്ക് മുമ്പായി ആനയെ കണ്ടു എന്നുള്ളതാണ് ആളുകൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇടവകയിൽ നിന്ന് വിവരം ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയും ആനയെ ഫോളോ ചെയ്യലും എല്ലാം തന്നെ തുടങ്ങിയത്. പക്ഷേ ഇത്ര സമയമായിട്ടും ഈ മയക്കുവെടി വെക്കുന്ന ഉത്തരവ് ഇറങ്ങിയില്ല എന്നുള്ളത് അത് വലിയ രീതിയിലുള്ള ഒരു പരാജയം എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നേരത്തെ നോർത്ത് DFOയെ ആളുകൾ തടഞ്ഞു വെക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധത്തിലേക്ക് പോയതാണ്. പക്ഷേ അതെല്ലാം തന്നെ ഈ രാഷ്ട്രീയ
രാഷ്ട്രീയ പ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാം തന്നെ ഇടപെട്ട് ആ പ്രശ്നം രംഗം നിലവിൽ ശാന്തമാണ്. പക്ഷേ കുറച്ചുകൂടി കഴിയും തോറും അത് ആളുകളെ സംബന്ധിച്ച് ആശങ്ക കൂടുകയാണ്. ആന ഒരുപക്ഷെ ഇവിടെ നിന്നും മാറിയാൽ ഇതാകില്ല സാഹചര്യം. ഒത്ത നടുവിൽ, അതായത് ഈ മാനന്തവാടി നഗരത്തിൻ്റെ ഒത്ത നടുവിൽ സുരക്ഷിതമായ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ആന നിലകൊള്ളുന്നത്. പക്ഷേ അവിടെ നിന്ന് അത് മാറിയാൽ സാഹചര്യം ഈ വിധത്തിലാകില്ല. അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാധ്യതയെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ മയക്കുവെടി വെക്കുക എന്നുള്ള തരത്തിൽ, അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് വേഗം ഇറക്കുക എന്നുള്ള തരത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ വനംവകുപ്പിനെ സംബന്ധിച്ച് ചില പ്രതിസന്ധികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ PM2വിനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ്. അത് കോടതിയിൽ, ഹൈക്കോടതിയിൽ ഉൾപ്പെടെ അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട്. കാരണം അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉത്തരവ് ഇറങ്ങി. ആ ഉത്തരവ് അതിനെതിരെ പലരും, അതായത് മൃഗസ്നേഹികളുടെ സംഘടന ഉൾപ്പെടെ കോടതിയിൽ പോവുകയും അത് വലിയ ഒരു വ്യവഹാരത്തിൻ്റെ നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെയാകാം വനംവകുപ്പിൻ്റെ ഉത്തരവ് വൈകാനുള്ള സാഹചര്യമെന്നാണ് കരുതുന്നത്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ജനജീവിതത്തിനും ഒപ്പം തന്നെ അവരുടെ സ്വത്തിനും കാർഷിക ഉൽപ്പന്നങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉൾപ്പെടെ ഉള്ള ഒരു ജാഗ്രത വനംവകുപ്പ് കാണിക്കണം. ആന നിന്നിടത്ത് തന്നെ നിൽക്കുന്നു, അതായത് 1.5 മണിക്കൂറോളം എവിടെയാണ് നിന്നത് അതുപോലെ തന്നെ ആന നിൽക്കുന്നു എന്നുള്ളതാണ്. ശാന്ത സ്വഭാവത്തിലാണ് നിലവിൽ ആനയുള്ളത്. പക്ഷേ ആന കൂടുതൽ അഗ്രസീവായാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെ എത്തിക്കണം, ലോറി എത്തിക്കണം. RRT സംഘം രാവിലെ തന്നെ ഉണ്ട്. എന്താണ് വനംവകുപ്പ് വൈൽഡ് ലൈഫ് വാർഡൻ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കാൻ പോകുന്ന ഉത്തരവ്, ആ ഉത്തരവിന് കാത്തു നിന്നുകൊണ്ട് ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, RRT സംഘം എല്ലാം തന്നെ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. അവർ ആ ഉത്തരവ് ലഭ്യമാവുന്ന മുറയ്ക്ക് തന്നെയാവും മയക്കുവെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഡോക്ടർ അജേഷ് മോഹൻദാസ് ഉൾപ്പെടെയുള്ള അവരുടെ RRT സംഘം, അവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഉറ്റുനോക്കുകയാണ് ഉത്തരവ് ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ. സമയം ഉച്ചയാകുന്നു, ചൂട് കൂടുന്നു. ആന പുറത്തേക്ക് വന്നാൽ മറ്റ് ഏതെങ്കിലും അനിഷ്ട സാഹചര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. വേണു, സുർജിത്ത്, ഇപ്പോൾ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഭാവികമായും സുർജിത്ത് പറഞ്ഞതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളുമായെല്ലാം ആശയവിനിമയം നടത്തിയതാണല്ലോ. അതിനുശേഷമാണ് അദ്ദേഹം പറയുന്നത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അലംഭാവമുണ്ട് എന്ന്. അതിൽ നിന്ന് കിട്ടുന്ന സൂചന എന്താണ്? ഇവർക്കൊരു ആക്ഷൻ പ്ലാൻ ഇല്ല എന്ന് തന്നെയല്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ 1.5 മണിക്കൂറായി സുർജിത്ത് പറഞ്ഞതുപോലെ ആന നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. അതൊരു അനുകൂല സാഹചര്യമാണ്, അതിദുരിതം കാര്യങ്ങൾ ചെയ്യാനുള്ള. ഈ സാഹചര്യം പോലും പരിഗണിക്കാതെ മെല്ലെപ്പോക്കാണോ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഇപ്പോൾ ഏറ്റവും പുതുതായി സംഭവിച്ചത് ഈ PM2വുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഹൈക്കോടതിയിൽ വ്യവഹാരങ്ങളായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് വനംവകുപ്പിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി കൂടിയാണ്. അതായത് ബത്തേരി നഗരത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഈ PM2വിനെ പിടികൂടുന്നത്. ആ നഗരത്തിൽ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഉൾപ്പെടെയുള്ള ചില വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ വ്യവഹാരങ്ങളായി തന്നെ നിലനിൽക്കുന്നു. അതാകാം ഒരുപക്ഷെ ഈ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ആന ഈ നിൽക്കുന്ന ആ പ്രദേശത്ത് തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും അതിനെ മയക്കുവെടി വെക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയിലേക്ക് പോകാൻ കഴിയുകയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാട് തന്നെയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾക്കടക്കമുള്ളത്. ഇപ്പോൾ ഈ പ്രതിഷേധ സ്വരം ഘടിപ്പിച്ച് സംസാരിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ടു. മാത്രമല്ല ഈ മന്ത്രിക്കും വനം മന്ത്രിക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം തന്നെ ഈ വിഷയം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ജനപ്രതിനിധികൾക്കടക്കം ഈ വിഷയം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നിട്ട് പോലും ആ ഒരു നടപടി, അതായത് ഈ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവിറങ്ങുന്ന നടപടിയിലേക്ക് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആണ് നിലവിലുള്ളത്. അതുതന്നെയാണ് ഈ ആളുകളുടെ അമർഷത്തിനും പ്രതിഷേധത്തിനും എല്ലാം തന്നെ ഇടയാക്കുന്നത്. ഇപ്പോൾ ഇത്ര സമയമായി 6 മണിക്കൂറോളമായി ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. ആ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ എന്തായാലും ഇതിനെ മയക്കുവെടി വെക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊരു പോംവഴി ഇല്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത്. കാരണം ഈ വനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ 6 കിലോമീറ്റർ അകലെയാണ് വനമേഖല നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് കാട്ടിക്കുളം, തിരുനെല്ലിക്കാടിൻ്റെ ഭാഗമായ കാട്ടിക്കുളം, അല്ലെങ്കിൽ ഈ തലപ്പുഴയ്ക്കപ്പുറത്തുള്ള കമ്പമല, മക്കിമല ഉൾപ്പെടെയുള്ള മേഖല, ആ മേഖലയിൽ നിന്നുമാണ് ഈ ആന ഇവിടേക്ക് എത്തിയത് എന്നാണ് കരുതുന്നത്. അതിനുശേഷം അത് നേരെ ഇടവക പഞ്ചായത്തിലെ ഒരുപക്ഷെ വനമില്ലാത്ത വയനാട് ജില്ലയിലെ അപൂർവം പഞ്ചായത്തുകളിൽ ഒന്നാണ് ഈ ഇടവക പഞ്ചായത്ത്. ഇടവക പഞ്ചായത്തിലെ ആന എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇവർക്കും അത്ഭുതമുള്ളത്. ഇടവക പഞ്ചായത്തിലെത്തിയ ശേഷം അവിടെ നിന്നും ഏതാണ്ട് ഒരു 3.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായത്. അവിടെ നിന്നും മാനന്തവാടി പുഴ നീന്തിക്കിടന്ന് അതിനുശേഷം ഇത് കോടതി പരിസരത്തെത്തി. കോടതി പരിസരത്ത് 1 മണിക്കൂറോളം ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു.
അതിനുശേഷമാണ് ഈ കൊല്ലിയിലേക്ക് എത്തിച്ചത്. ഈ കൊല്ലി എന്ന് പറയുന്നത് വാഴത്തോട്ടങ്ങൾ നിറഞ്ഞ ഒരു ഭൂപ്രദേശമാണ്. അതായത് മാനന്തവാടി നഗരത്തിൻ്റെ ഒത്ത നടുക്ക്, കോഴിക്കോട് കണ്ണൂർ റോഡിനോട് താഴെയായാണ് ഈ പ്രദേശമുള്ളത്. ഒപ്പം തന്നെ ഈ കുറ്റ്യാടി ഭാഗത്തേക്ക് പോകുന്ന ആ റോഡും അതിനിടയിലാണ് ഈ കൊല്ലിയുള്ളത്. ഈ കൊല്ലിക്ക് താഴെയായാണ് ഈ ആന നിലയുറപ്പിച്ച് നിൽക്കുന്നത്. സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച് പ്രതിഷേധം രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. ആ പ്രതിഷേധത്തെ ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ജനപ്രതിനിധികളുടെയും അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെയും എല്ലാം തന്നെ ഇടപെടലിൻ്റെ ഭാഗമായാണ്. നിലവിൽ ശാന്തനായി ആന നിലകൊള്ളുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. എന്താണ് നിലവിലത്തെ ഒരു അവസ്ഥ? എന്താണ്? വളരെയേറെ ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. 5 മണിക്കൂർ മുമ്പേ മാനന്തവാടി നഗരത്തിലെത്തിയ ആനയുടെ പശ്ചാത്തലം ഉണ്ടായിരുന്നിട്ടും, ഭയാനകമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നിട്ടും കർഫ്യൂ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇനി ആ ആനയെ ഡാർട്ട് ചെയ്യാനുള്ള ഓർഡർ ഇതുവരെ ഇറക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ വയനാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ അധികാരികളോടും ഫോറസ്റ്റിനോട് ആവശ്യപ്പെടുന്നത് 1 മണിക്കകം വയനാട്ടിൽ ഈ ആനയെ മയക്കുവെടിവെച്ച് തുരത്താനുള്ള സാഹചര്യം, മാനന്തവാടിയിൽ ആയിരക്കണക്കിന് ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ഭീതി, വിദ്യാർത്ഥി സമൂഹത്തിലുണ്ടായിരിക്കുന്ന ആശങ്ക, പല കുട്ടികളും സ്കൂളിനകത്താണ്. കർഫ്യൂ പ്രഖ്യാപിക്കുകയും ചെയ്തു. വലിയൊരു ആശങ്ക നിലനിൽക്കുകയാണ്. അത് ദൂരീകരിക്കുന്നതിൽ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഭാഗത്ത് നടപടി ഉണ്ടാകണം. ഡാർട്ടിംഗ് ഓർഡർ ഇറക്കി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അത് ചെയ്യാനുള്ള സൗകര്യമൊരുക്കണം. കർണാടകത്തിൽ നിന്ന് വന്ന ആനയാണെന്ന് പറയുന്നു. 28 കിലോമീറ്ററോളം കേരളത്തിൽ സന്ദർശിച്ചിട്ട് ID കോളർ ഉണ്ടായിരുന്ന ഒരു ആനയെപ്പോലും മെഷർ ചെയ്യാൻ പറ്റാത്ത സംവിധാനം കേരളവും കർണാടകവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു അപര്യാപ്തത നിലനിൽക്കുന്നു എന്നത് വേദനാജനകമാണ്. ഈ ഡാർട്ടിംഗ് അല്ലാതെ മറ്റൊരു വഴിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ വൈകുന്നേരം വരെ കാത്തു നിന്നതിന് ശേഷം വലിയ ഫോഴ്സ് ഉപയോഗിച്ച് ഏതെങ്കിലും വനത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നതാണ്. നമ്മൾ തിരുനെല്ലി പോലുള്ള നിരവധി അനുഭവങ്ങളുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നത്. ഇത്രയും വലിയ നിബിഡമായ ജനപ്രദേശത്ത് അങ്ങനെ ഒഴിവാക്കിയെടുക്കൽ സാധ്യമായിരിക്കില്ല. പക്ഷേ വൈകുന്നേരങ്ങളിൽ അത്തരത്തിലൊരു മുന്നേറ്റം നടത്താൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ട്. നാശനഷ്ടത്തിൻ്റെ കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ജീവഹാനി ഉൾപ്പെടെയുള്ള വലിയ ദുരന്തങ്ങൾക്ക് അത് കാരണമാകുമോ എന്ന ആശങ്ക ഉള്ളത് കൊണ്ട് തന്നെ ഈ അറ്റ്മോസ്ഫിയറിൽ, ഈ അന്തരീക്ഷത്തിൽ നിലനിർത്തിക്കൊണ്ട് മയക്കുവെടി വെച്ച് ഈ ആനയെ തുരത്തണമെന്നാണ് പൊതുസമൂഹത്തിന് വേണ്ടി പറയാനുള്ളത്. എന്തായാലും ഇതാണ് കോൺഗ്രസ് നേതാവ് നിശാന്താണ് നമ്മോടൊപ്പം ചേർന്നത്. എന്തായാലും ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒത്ത നടുവിൽ, അതായത് നഗരത്തിൻ്റെ ഒത്ത നടുവിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇവർ ഉറ്റുനോക്കുന്നത്. പല മേഖലകളിലായി ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെയായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ തമ്പടിച്ച് നിൽക്കുന്നു. മാത്രമല്ല ഉയർന്ന കെട്ടിടങ്ങൾക്ക് മുകളിലെല്ലാം തന്നെ ആളുകൾ ഉറ്റുനോക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്തുള്ളത്. ആനയെ സംബന്ധിച്ചിടത്തോളം ആന നിന്നിടത്ത് തന്നെ ഏതാണ്ട് 1.5 മണിക്കൂറിലധികമായി അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഏതാണ്ട് 25 മീറ്റർ മാത്രം അകലെ, 25-30 മീറ്റർ മാത്രം അകലെയാണ് ആന നിലനിൽക്കുന്നത്. അത് ഒരു താഴ്വരയിലാണ് നിലകൊള്ളുന്നത്. തൊട്ടടുത്ത് വാഴത്തോട്ടമുണ്ട്, അതിനോട് ചേർന്ന് മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ തണലിലാണ് ഇപ്പോൾ ആന ഉള്ളത്. ഇത് കർണാടകയിൽ ഹാസനിൽ ഭീതി വിതച്ച ആനയാണ്. അതായത് കൃഷി ഉൾപ്പെടെയുള്ള ആ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങിയ ശേഷം അത് വലിയ കൃഷിനാശമുണ്ടാക്കിയ ആനയാണ്. ഇതിനെ പിടികൂടുന്ന ഘട്ടത്തിൽ തണ്ണീർ എന്നുള്ള പേര്, തണ്ണീർ എന്നുള്ള പേര് നൽകി റേഡിയോ കോളർ ഘടിപ്പിച്ചു. അതിനുശേഷം ഇതിനെ വിടുന്നത് നാഗർഹോളെ വനത്തിലാണ്. ആ നാഗർഹോളെ വനത്തിൽ നിന്നാണ് ഇത്രയും കിലോമീറ്ററുകൾ പിന്നിട്ടുകൊണ്ട് അത് കേരളത്തിൻ്റെ വനപ്രദേശത്തേക്ക് എത്തുകയും പിന്നീട് വനമില്ലാത്ത ഇടവക പഞ്ചായത്തിലേക്ക് അത് എത്തി എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. അതിനുശേഷം ഇടവക പഞ്ചായത്തിൽ നിന്നുമാണ് മാനന്തവാടി പുഴ നീന്തിക്കിടന്ന് ഈ തൊട്ടടുത്ത് കോടതി പരിസരത്തേക്ക് എത്തുകയും 1 മണിക്കൂറോളം കോടതി പരിസരത്ത് നിലയുറപ്പിക്കുകയും ചെയ്തത്. കോടതി പരിസരത്ത് നിന്നുമാണ് ഈ ആനയെ ഈ കൊല്ലിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കൊല്ലി എന്ന് പറയുന്നത് ഏറ്റവും സുഗമമായ, അതായത് ഈ ഡാർട്ടിംഗ് ഉൾപ്പെടെയുള്ളവ നടപ്പാക്കാൻ കഴിയുന്ന ഏറ്റവും കൃത്യമായ രീതിയിലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ അതിനെ ഡാർട്ട് ചെയ്ത ശേഷം കുങ്കിയാനകളെ എത്തിച്ച് ഇവിടെ നിന്ന് സുഗമമായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അതിനെ കർണാടകയുടെ ആനയാണ്, കർണാടകയുടെ റേഡിയോ കോളറുള്ള ആനയാണ്. സ്വാഭാവികമായും കർണാടകയ്ക്ക് തന്നെ കൈമാറണം എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ വാദമാണ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും സമയം ഉച്ചയോടടുക്കുന്നു, ഇനിയും ഉത്തരവിറങ്ങിയിട്ടില്ല. 6 മണിക്കൂറോളമായി ജനവാസ കേന്ദ്രത്തിൽ ആന നിലയുറപ്പിച്ചു നിൽക്കുന്നു. ആശങ്കയോടെ, ഭീതിയോടെ ആളുകൾ ചുറ്റുഭാഗത്തും നിൽക്കുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരക്കം പായുന്നു, പോലീസ് സംവിധാനം പരക്കം പായുന്നു. സ്കൂളിലെത്തിയ കുട്ടികളുണ്ട്, കോളേജുകളിലെത്തിയ കുട്ടികളുണ്ട്, അവർ അവിടെ തന്നെ തുടരുന്നു. ബാക്കിയുള്ളവരോട് സ്കൂളിലേക്ക് എത്തേണ്ടതില്ല, അതായത്
അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത കുട്ടികളോട് എത്തേണ്ടതില്ല ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയതാണ്. മാത്രമല്ല ഇവിടെ നിരോധനാജ്ഞ നിലനിൽക്കുന്നു. ഇത്തരം പശ്ചാത്തലത്തിൽ ആണ് ഈ ആനയെ എന്തു ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇനിയും ഇത്ര മണിക്കൂറായി അവ്യക്തത നിലനിൽക്കുന്നത്. ഇതിൽ നയപരമായ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. ഡാർട്ട് അല്ലെങ്കിൽ കാട്ടിലേക്ക് തിരിച്ചയക്കുന്ന നടപടി, ഡാർട്ട് എന്നുള്ള നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകളെ ഇവിടേക്ക് കൊണ്ടുവരണം, ലോറി എത്തിക്കണം. ഇതെല്ലാം എത്തിച്ച ശേഷം മാത്രമേ ഡാർട്ട് എന്നുള്ള നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ആ ദൗത്യത്തിലേക്ക് വനം വകുപ്പ് കടക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. വനം വകുപ്പിനെ സംബന്ധിച്ച് വനം വകുപ്പിൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു കേസാണ്. അത് PM2വിനെ പിടികൂടിയതുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസിൽ ഉത്തരവ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇറങ്ങിയതാണ്. അതിനെ വെടിയുതിർത്ത് പിടിച്ചതാണ്. പക്ഷേ വിദഗ്ധ സമിതി ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില വ്യവഹാരങ്ങൾ ഹൈക്കോടതിയിൽ നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അത് വനം വകുപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാകാം ഈ ഉത്തരവ് വൈകാനുള്ള കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഉത്തരവ് പക്ഷേ അത് ഇപ്പോൾ നിലവിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കണം എന്നുള്ള ആവശ്യമാണ് ഈ വനം വകുപ്പിന് മുമ്പാകെ ഇവിടുത്തെ മേഖലയിലെ ജനങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം തന്നെ ഉന്നയിക്കുന്നത്. ആ ദൗത്യത്തിലേക്ക് വനം വകുപ്പ് കടക്കുമോ എന്നുള്ളതാണ് ഇവർ മുറ്റുനോക്കുന്നത്. ഇവരൊക്കെ തന്നെ രാവിലെ തന്നെ എത്തിയ ആളുകളാണ്. അല്ലേ ചേട്ടാ, രാവിലെ എത്തിയതാണല്ലോ. എത്രത്തോളം ഭീതിയുണ്ട് നിങ്ങളെ സംബന്ധിച്ച്? നഗരമാണ്, താഴങ്ങാടിയായിരുന്നു ഇതിനുള്ളത്. പിന്നെ ഫസ്റ്റ് വന്നത് അവിടെ പിന്നെ ബീച്ചിൽ അല്ല പാർക്കിൽ, പിന്നെ അതിങ്ങോട്ട് ന്യൂമാൻസ് കോളേജിൻ്റെ ഭാഗത്തേക്ക് വന്ന് ഇങ്ങനെ ജ്യോതി ഭാഗത്ത് വന്നു. ഈ ചുറ്റുവട്ടം ആളുകളുള്ള സ്ഥലമാണോ? നല്ല ആളുകൾ താമസിക്കുന്ന സ്ഥലം, താഴങ്ങാടിക്കാരിലെ ആളുകളുടെ സ്ഥലം. നഗരമാണ്, ടൗണാണല്ലോ. നല്ല പേടിയുണ്ടോ? പേടിയിൽ പിന്നെ കുടുംബത്തിലൊക്കെ പ്രശ്നം തന്നെ. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നു. കൂടുതൽ ആളുകൾ എത്തുന്നു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നു, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നു, DFO ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഇവിടെയുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം വരുന്നു. പക്ഷേ ആനയെ മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തന്നെ അവസ്ഥ നിലകൊള്ളുകയാണ്. ഈ ആളുകളെ സംബന്ധിച്ചുള്ള ഈ ഒരു പ്രതിഷേധം മുളപൊട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആന അവിടെ കിടന്നു എന്നുള്ളതാണ് പറയുന്നത്. ആളുകൾ പറയുന്നത് ആന അവിടെ കിടന്നു എന്നുള്ളതാണ്. അത് അവശനിലയിലാണെന്നുള്ള സംശയമുണ്ട്. എന്തായാലും ആന അവിടെ കിടന്നു എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അവശത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ദൃശ്യങ്ങൾ പ്രതിഫലിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു പൊന്തക്കാടിൻ്റെ നടുക്കായാണ് ഈ ആന ഉള്ളത്. അതായത് ഈ ചുറ്റുവട്ടം എന്ന് പറയുന്നത് കൃഷിമേഖലയാണ്. ഇവിടെയാണ് ആളുകളെല്ലാം തന്നെ ഒഴിപ്പിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആളുകൾ മാറി നിൽക്കണം. ഒരുപക്ഷെ ഇവിടേക്ക് ഓടി എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ മാറണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം പോലീസ് മുന്നോട്ട് വയ്ക്കുന്നു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം നടപടികളിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് 144 പ്രഖ്യാപിച്ച ഒരു സമയം കൂടിയാണ്. 144ൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ആളുകളെ എല്ലാം തന്നെ മാറ്റുന്ന നടപടിയിലേക്ക് പോലീസും കടക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ആളുകൾ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോൾ ആനയെ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിലാണ് ഈ അവ്യക്തത നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഈ വഴി അത് പുറത്തേക്ക് ഓടിയാൽ അത് വലിയ രീതിയിലുള്ള നാശനഷ്ടത്തിന് വഴിവെക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഈ ആന തണ്ണീർ എന്ന പേരുള്ള ആനയാണ്. കർണാടകയുടെ കൊമ്പനാണ്, കർണാടകയുടെ റേഡിയോ കോഡറുള്ള കൊമ്പനാണ്. ആ കൊമ്പനെ ഇവിടെ നിന്ന് മാറ്റേണ്ട, എങ്ങനെ മാറ്റും എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഡാർട്ടിങ്ങിനുള്ള ഉത്തരവിറങ്ങണം. ആ ഉത്തരവിറങ്ങുന്ന നടപടിയിലേക്ക് വനം വകുപ്പ് വൈകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. ഇവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെല്ലാം തന്നെ ഉന്നയിക്കുന്നത് ആ ഒരു കാര്യമാണ്. അത്തരം നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുമോ എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. ആ ഉത്തരവിറങ്ങിയാൽ മാത്രമേ കൂടുതൽ നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെയെങ്കിൽ മയക്കുവെടി വെച്ചാൽ അത് മുത്തങ്ങയിൽ നിന്ന് എത്തിക്കുന്ന കുങ്കിയാനകളെ ഉപയോഗിച്ച് അതിനെ കൊണ്ടുപോകുന്ന ഒരു ദൗത്യത്തിലേക്ക് കടക്കും. പിന്നീട് അത് കർണാടകയുടെ ആനയായതിനാൽ കർണാടകയ്ക്ക് കൈമാറാനും കഴിയും. അത്തരം ദൗത്യത്തിലേക്ക് വനം വകുപ്പ് കടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിലാണ് വ്യക്തമാകേണ്ടത്. എന്തായാലും ഇപ്പോൾ 6.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 6.5 മണിക്കൂറായി ആന ജനവാസ മേഖലയിൽ ആനയുടെ സാന്നിധ്യം ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ആന ശാന്തനാണ്. അത് ഇപ്പോൾ അവിടെ ആ കൊല്ലിയിൽ കിടക്കുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തായാലും ആ ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അത് വെടിയുതിർക്കുന്ന ഉത്തരവാണോ, ഏത് തരത്തിലുള്ള നടപടിയാണ് വനംവകുപ്പ് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. വേണോ? സുർജിത്ത് ഇപ്പത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്. മാനന്തവാടിയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കർണാടകയിൽ നിന്ന് വന്ന തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുകയാണ്. മയക്കുവെടി വയ്ക്കുന്നതിൻ്റെ സാധ്യതകളാണ് RRT സംഘം അടക്കം ഇപ്പോൾ ആലോചിക്കുന്നത്. 1 മണിക്കുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനം വേണം എന്ന സമ്മർദ്ദം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. സുർജിത്ത് അയ്യപ്പത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും ചേരും.